ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 258 വാല്യം 6. ഈശോയും സഹോദരൻ ജെയിംസും കർമ്മലമലയിൽ നിന്നും തിരിച്ചു പോകുന്നു. ഈശോ കർമ്മലമലയിലെ ഉന്നത തടത്തിൽ നിന്ന് താഴേക്കിറങ്ങുന്നു. വനത്തിൽ കൂടെയുള്ള വഴി മഞ്ഞുതുള്ളികൾ കൊണ്ട് അലങ്കൃതമാണ്. പർവ്വതത്തിന്റെ കിഴക്ക് ഭാഗത്തു നിന്ന് അരിച്ചിറങ്ങുന്ന പ്രഭാതരശ്മികൾ പക്ഷികളുടെ ശബ്ദ കോലാഹലങ്ങൾ ഉണർത്തി അവിടം വളരെ സജീവമാക്കുന്നു. സൂര്യതാപം മൂടൽമഞ്ഞിനെ തുടച്ചു മാറ്റിയപ്പോൾ എസ്ത്രലോൺ താഴ്വര നല്ലതുപോലെ തെളിഞ്ഞു കാണുന്നുണ്ട്. വീടുകൾക്ക് ചുറ്റും ഫലവൃക്ഷത്തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ആകെ മനോഹരമായ ഒരു പരവതാനി. കൊയ്ത്തു കഴിഞ്ഞ വയലുകളാണ് ചെമപ്പായി തോന്നിക്കുന്നത്. ആ വയലുകൾ നിറയെ പോപ്പിപ്പൂക്കൾ. 3 മലകൾ ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ചെരിവുള്ള പ്രതലത്തിലാണ് പരവതാനി വിരിച്ചിട്ടുള്ളത്. കർമ്മല, താബോർ, ചെറിയ ഹെർമോൺ മലകൾ. ഇവയ്ക്ക് പിന്നിലായി വിദൂരതയിൽ അനേകം മലനിരകൾ നിരന്നു കിടക്കുന്നു. ജോർദാൻ നദിയെ അവ മറയ്ക്കുന്നുണ്ട്. അവയുടെ പേര് എനിക്കറിഞ്ഞുകൂടാ. തെക്ക് കിഴക്കുള്ള സമരിയ മലകളുമായി അവ ചേരുന്നു. ഈശോ ചിന്താമഗ്നനായി നിന്ന് പാലസ്തീനയുടെ ആ ഭാഗത്തെ ആകമാനം വീക്ഷിക്കുകയാണ്. ജെയിംസ് ഈശോയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഈ പ്രദേശത്തിന്റെ ഭംഗിയാണോ നീ നോക്കുന്നത്? അതെ, അതും നോക്കുന്നുണ്ട്. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ഭാവിയിൽ നടത്തുവാനുള്ള തീർത്ഥാടനങ്ങളെക്കുറിച്ചും ശരിക്കുള്ള പ്രേക്ഷിത വേലയ്ക്കായി ശിഷ്യരെ അയക്കേണ്ടതിനെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു. ഇതുവരെ നമ്മൾ ചെയ്തതുപോലെയുള്ള പരിമിതമായ ജോലി പോരാ. എന്നെ അറിയാത്ത എത്രയധികം സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എന്നെക്കുറിച്ചുള്ള അജ്ഞതയിൽ അവയെ വിട്ടുകളയുവാൻ എനിക്കിഷ്ടമില്ല. ഇത് എൻ്റെ മനസ്സിലുള്ള നിരന്തരമായ ഒരു വ്യഗ്രതയാണ്. എനിക്ക് കഴിവുള്ളപ്പോൾ പോയി എല്ലാം ചെയ്യാൻ. നിന്റെ പരിപാടികൾ താമസിക്കുവാൻ ഇടയാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. എൻ്റെ പ്ലാനുകൾ താമസിപ്പിക്കുന്നതിലധികം എൻ്റെ പരിപാടികളിൽ വ്യത്യാസം വരുത്തുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ യാത്രകൾ ഒരിക്കലും നിഷ്പ്രയോജനമായിട്ടില്ല. എങ്കിലും ഇനിയും വളരെയധികം ചെയ്യുവാനുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് പോയി കുറെ കാലം കഴിയുമ്പോൾ അനേകം ഹൃദയങ്ങൾ അവയുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായും ഞാൻ കാണുന്നു. ഞാൻ വീണ്ടും ആദ്യം മുതൽ എല്ലാം ആരംഭിക്കേണ്ടതായി വരുന്നു. ശരിയാ, ആത്മാക്കളുടെ ഉണർവില്ലായ്മ, അവയുടെ അസ്ഥിരത, തിന്മയിലേക്കുള്ള ചായ്വ്, ഇവയെല്ലാം നിരാശാജനകവും വെറുപ്പുളവാക്കുന്നതുമാണ്. നിരാശാജനകം എന്ന് പറഞ്ഞത് ശരി, പക്ഷെ വെറുപ്പുളവാക്കുന്നത് എന്ന് പറയരുത്. ദൈവത്തിന്റെ വേല ഒരിക്കലും വെറുപ്പുളവാക്കുകയില്ല. പാവപ്പെട്ട ആത്മാക്കളോട് നമുക്ക് സഹതാപമാണ് വേണ്ടത്, വെറുപ്പല്ല. എപ്പോഴും ഒരു പിതാവിന്റെ ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ഒരു നല്ല പിതാവിന്റെ ഹൃദയം. മക്കളുടെ രോഗങ്ങളെക്കുറിച്ച് ഒരു നല്ല പിതാവിന് ഒരിക്കലും വെറുപ്പുണ്ടാവുകയില്ല. നമുക്ക് ഒരിക്കലും ഒരുത്തരോടും വെറുപ്പുണ്ടാകുവാൻ പാടില്ല. ഈശോയെ, ഞാൻ നിന്നോട് കുറച്ച് ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കൊള്ളട്ടെ? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങിയേയില്ല. നീ ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് വളരെയധികം ചിന്തിച്ചു. നീ ഉറങ്ങുന്ന സമയത്ത് വളരെ ചെറുപ്പമായി തോന്നിക്കുന്നു. എൻ്റെ സഹോദര, ഉറക്കത്തിൽ നീ പുഞ്ചിരി തൂകുന്നുണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കൈമടക്കി അതിന്മേൽ തലവെച്ചുകൊണ്ടാണ് നീ ഉറങ്ങുന്നത്. നിലാവെളിച്ചത്തിൽ നിന്നെ എനിക്ക് ശരിക്ക് കാണാമായിരുന്നു. ഞാൻ ചിന്തിച്ചു. അനേകം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ പൊന്തി വന്നു. എന്നോട് ചോദിച്ചോളൂ. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ വിവിധ അധികാരസ്ഥാനികളോട് കൂടിയ വ്യവസ്ഥാപിതമായ ആ സമൂഹം, നിന്റെ സഭയെന്ന് വിളിച്ച ആ സമൂഹം ഞങ്ങൾക്ക് എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് ഈശോയോട് ചോദിക്കണമെന്ന്. കാരണം ഞങ്ങൾ എത്ര കഴിവില്ലാത്തവരാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞു തരാമോ? അതോ ഞങ്ങൾ തന്നെ അത് ചെയ്യണമോ? സമയമാകുമ്പോൾ അതിൻ്റെ ശിരസ് ആരായിരിക്കുമെന്ന് ഞാൻ പറയും. വേറൊന്നുമില്ല. ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ അതിലെ വിവിധ സ്ഥാനികളെക്കുറിച്ച്, അവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങളോട് പറയും. അപ്പസ്തോലന്മാർ, ശിഷ്യർ, സ്ത്രീകൾ. കാരണം അവരെ അവഗണിക്കുക സാധ്യമല്ല. ശിഷ്യർ അപ്പസ്തോലന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതുപോലെ അപ്പസ്തോലന്മാർ
ശിഷ്യരെ സ്നേഹിക്കുകയും ക്ഷമ കാണിക്കുകയും വേണം. എന്നിട്ട് ഞങ്ങൾ എന്തു ചെയ്യണം? എല്ലായ്പ്പോഴും പ്രസംഗിക്കുകയാണോ ചെയ്യേണ്ടത്? അത് പ്രധാനമാണ്. പിന്നെ എൻ്റെ പേരിൽ പാപങ്ങൾ മോചിക്കണം, അനുഗ്രഹിക്കണം, കൃപാവരത്തിലേക്ക് വീണ്ടും സ്വീകരിക്കണം. ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന കൂദാശകൾ പരികർമ്മം ചെയ്യണം. അതെന്താണ്? അവ സ്വഭാവത്തിനതീതമായ ആധ്യാത്മിക ഉപാധികളാണ്. എന്നാൽ പദാർത്ഥപരമായ ഉപകരണങ്ങളിലൂടെ പുരോഹിതൻ വാസ്തവത്തിൽ എന്തോ ചെയ്യുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ നിർവഹിക്കപ്പെടും. മനുഷ്യർ കാണുന്നില്ലെങ്കിൽ വിശ്വസിക്കുകയില്ല എന്ന് നിനക്കറിയാമല്ലോ. എന്തോ ഉണ്ട് എന്ന് അവനോട് പറയുന്ന വല്ലതും മനുഷ്യന് എപ്പോഴും വേണം. അതിനാലാണ് ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കൈ വയ്ക്കുന്നത്, ഉമിനീർ കൊണ്ട് നനയ്ക്കുന്നത്, അല്ലെങ്കിൽ കുതിർത്ത അപ്പക്കഷ്ണം കൊടുക്കുന്നത്. ഒരു വിചാരം മാത്രം കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയും. എന്നാൽ അങ്ങനെ ചെയ്താൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുവെന്ന് ആളുകൾ പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? അവർ പറയും, രോഗിക്ക് സുഖപ്രാപ്തിക്ക് സമയമായതുകൊണ്ടാണ് സുഖം പ്രാപിച്ചതെന്ന്. എന്നിട്ട് അതിൻ്റെ കാരണം ഡോക്ടറുടെയോ മരുന്നിൻ്റെയോ ഗുണം കൊണ്ടാണെന്നോ രോഗിയുടെ ശക്തി കൊണ്ടാണെന്നോ എല്ലാം പറയും. ഇത് തന്നെ കൂദാശകളുടെ കാര്യത്തിലെയും സ്ഥിതി. കൃപാവരം നൽകുന്നതിന് അഥവാ വീണ്ടും വീണ്ടും നൽകുന്നതിന്, വിശ്വാസികളെ ഉറപ്പിക്കുന്നതിന് ഇവ ആവശ്യമാണ്. ഉദാഹരണത്തിന്, പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിൻ്റെ അടയാളമായി സ്നാപകൻ പാപികളെ വെള്ളത്തിൽ മുക്കിയിരുന്നു. വാസ്തവത്തിൽ പാപം ചെയ്തതിനാൽ അശുദ്ധനാണ് എന്ന് ഏറ്റുപറയുന്നതിനുള്ള ത്യാഗം ശരീരത്തെ മാത്രം കഴുകുന്ന ജലത്തേക്കാൾ കൂടുതൽ ഉപകാരപ്രദമായതാണ്. എൻ്റേതായിട്ടും ഒരു സ്നാനം ഉണ്ടാകും. അത് ഒരടയാളം മാത്രമായിരിക്കുകയില്ല. അത് ആത്മാവിനെ ആദ്യ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ച് പാപം ചെയ്യുന്നതിന് മുമ്പ് ആദത്തിനും ഹവ്വായ്ക്കും ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് നയിക്കും. എന്നാൽ അതിനേക്കാൾ ഒന്നുകൂടെ മെച്ചമായ സ്ഥിതിയിലായിരിക്കും ഇപ്പോൾ. കാരണം ദൈവമനുഷ്യന്റെ യോഗ്യതയിലൂടെയാണ് അത് പുനരുദ്ധരിക്കപ്പെടുന്നത്. എന്നാൽ വെള്ളം ആത്മാവിലേക്ക് ഇറങ്ങുകയില്ലല്ലോ. ആത്മാവ് അരൂപിയല്ലേ? അതിനെ സ്പർശിക്കാൻ ആർക്ക് കഴിയും? ഒരു നവജാത ശിശുവാകട്ടെ, പ്രായപൂർത്തിയായതോ വാർദ്ധക്യത്തിലെത്തിയതോ ആയ മനുഷ്യനാകട്ടെ, ഒരുത്തരുടെയും ആത്മാവിനെ സ്പർശിക്കുവാൻ കഴിയുകയില്ല. കൊള്ളാം, ജലം പദാർത്ഥപരമായ ഒരു ഉപാധിയാണ്. അരൂപിയുടെ മേൽ ഒരു സ്വാധീനവും ഉണ്ടാക്കുകയില്ലെന്നും നീ മനസ്സിലാക്കിയല്ലോ. അതിനാൽ ജലമല്ല, പുരോഹിതന്റെ വാക്കാണ്, അഭിഷേകം ചെയ്യപ്പെട്ട ഒരു സഭാംഗത്തിന്റെ വാക്കാണ്, അഥവാ യഥാർത്ഥ വിശ്വാസിയായ വേറൊരാളുടെ വാക്കാണ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പാപത്തിൽ നിന്ന് മോചനം നൽകുക എന്ന അത്ഭുതം പ്രവർത്തിക്കുന്നത്. ശരി, എന്നാൽ മനുഷ്യൻ സ്വന്തമായി പാപങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ആ പാപങ്ങൾ ആര് നീക്കിക്കൊടുക്കും? അത് പുരോഹിതന്മാരായിരിക്കും ചെയ്യുക. ജെയിംസെ, പ്രായപൂർത്തിയായ ഒരാൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ പാപത്തോടൊപ്പം മറ്റു പാപങ്ങളും നീക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം പിന്നെയും പാപം ചെയ്താൽ ത്രിത്വേക ദൈവത്തിന്റെ നാമത്തിൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ യോഗ്യതയാൽ ഞാൻ ഇപ്പോൾ പാപികളോട് ചെയ്യുന്നത് പോലെ പുരോഹിതൻ പാപമോചനം കൊടുക്കും. എന്നാൽ നീ പരിശുദ്ധനാണ്, ഞങ്ങൾ പാപികൾ. നിങ്ങൾ പരിശുദ്ധരായിരിക്കണം, കാരണം നിങ്ങൾ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയും ദൈവത്തിനുള്ളത് പരികർമ്മം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ യോഹന്നാൻ ചെയ്തതുപോലെ ഒരാൾക്ക് തന്നെ പല പ്രാവശ്യം സ്നാനം നൽകണമോ? ഒരുവൻ എത്ര പ്രാവശ്യം അവന്റെ അടുത്ത് ചെല്ലുന്നോ അത്രയും പ്രാവശ്യം യോഹന്നാൻ അവന് സ്നാനം നൽകിയിരുന്നു. വെള്ളത്തിൽ മുക്കപ്പെടുന്നവന്റെ എളിമയിൽ കൂടെയാണ് യോഹന്നാന്റെ മാമോദിസ ശുദ്ധീകരിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മാമോദിസ സ്വീകരിച്ചവർക്ക് വീണ്ടും മാമോദിസ സ്വീകരിച്ചിട്ടുള്ളവർക്കും നൽകാം. മറ്റു വിധത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച പ്രായപൂർത്തിയായവൻ യഥാർത്ഥ സഭയിലെ അംഗമാകാൻ ആഗ്രഹിച്ച് ആവശ്യപ്പെട്ടാൽ അത് നൽകാം. മറ്റു സന്ദർഭങ്ങളിൽ ഒരാത്മാവിന് ദൈവവുമായി സൗഹൃദവും സമാധാനവും നൽകുന്നതിനും ക്രിസ്തുവിന്റെ യോഗ്യതകളോട് ചേർത്ത് പാപപ്പൊറുതിയുടെ വാക്കുകൾ ഉപയോഗിക്കണം. ശരിയായ മനസ്താപവും വിനയത്തോടുള്ള വെളിപ്പെടുത്തലും ഉള്ള ആത്മാവിന്
പാപമോചനവും ലഭിക്കുന്നു. രോഗനിമിത്തം ഒരു മനുഷ്യന് വരാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ പാപത്തിൽ മരിക്കുമോ? ദൈവത്തിന്റെ വിധിയെപ്പറ്റിയുള്ള ഭയം അവന്റെ വേദനയുടെ ദുരിതം വർദ്ധിപ്പിക്കുമോ? ഇല്ല. പുരോഹിതൻ മരണാസന്നന്റെ പക്കൽ പോയി പാപമോചനം നൽകും. ചുരുക്കത്തിലുള്ള വിസ്തരിച്ചുള്ള പാപമോചനമാണ് നൽകുന്നത്. മനുഷ്യൻ സാധാരണ പാപം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കെല്ലാം മോചനം നൽകും. നമുക്ക് ഇസ്രായേലിൽ അത്യുന്നതന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കുന്ന വിശുദ്ധ തൈലമുണ്ട്. അതുപയോഗിച്ചാണ് ബലിപീഠം, പുരോഹിതന്മാർ, രാജാക്കന്മാർ എന്നിവരെ അഭിഷേകം ചെയ്യുന്നത്. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ബലിപീഠമാണ്. സ്വർഗത്തിലെ ഒരു സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവൻ രാജാവായി തീരുന്നു. അതിനാൽ അവൻ തൈലത്താൽ അഭിഷേചിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ ദൈവാരാധനയുടെ മറ്റ് കർമ്മങ്ങളോടുകൂടെ വിശുദ്ധ തൈലവും സ്വീകരിക്കാവുന്നതാണ്. അത് എൻ്റെ സഭയിൽ ഉപയോഗപ്പെടുത്താം. കാരണം ഇസ്രായേലിലുള്ളതെല്ലാം അപ്പാടെ മോശവും തിരസ്കരിക്കപ്പെടേണ്ടതുമല്ല. പഴയതിൽ പലതും എൻ്റെ പുതിയ സഭയിൽ ഉണ്ടായിരിക്കും. അതിലൊന്ന് അഭിഷേകത്തിനുള്ള തൈലമാണ്. അത് ബലിപീഠം, വൈദിക സ്ഥാനികൾ, രാജാക്കന്മാർ, വിശ്വാസികൾ, ഇവർ രാജാക്കന്മാരോ കിരീടാവകാശികളോ ആകുമ്പോൾ, അഥവാ ശരീരവും ഇന്ദ്രിയവും പാപത്തിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടേണ്ടി വരുമ്പോൾ എൻ്റെ സഭയിലും ഉപയോഗിക്കും. അത് രോഗിയുടെ നന്മയ്ക്ക് ഉപകരിക്കും. ദൈവാനുഗ്രഹം ആത്മാവിനും ശരീരത്തിനും ലഭിക്കാൻ ഇടയാകും. ഒരു ശരീരം എപ്പോഴും രോഗത്തിനെതിരായി പ്രതികരിച്ചെന്ന് വരികയില്ല. കാരണം മനസാക്ഷിക്കുത്തുകൊണ്ടും സാത്താന്റെ പ്രവർത്തനത്താലും അതിന്റെ സമാധാനം തകിടം മറിഞ്ഞിരിക്കും. രോഗിയായ മനുഷ്യന്റെ മരണത്തിൽ കൂടി ഒരാത്മാവിനെ അവന്റെ രാജ്യത്തിലേക്ക് നേടാമെന്ന് സാത്താൻ പ്രതീക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് നിരാശ വരുത്താനും ശ്രമിക്കുന്നു. എന്നാൽ ദൈവം മാപ്പ് നൽകിയെന്നുള്ള ഉറപ്പിൽ കൂടി സാത്താന്റെ പിടിയിൽ നിന്നും ആന്തരിക വികാരങ്ങളിൽ നിന്നും രോഗി സമാധാന അവസ്ഥയിലേക്ക് കടക്കും. അത് സാത്താന്റെ വേർപാടിന് കാരണമായിരുന്നു. നമ്മുടെ ആദിമാതാപിതാക്കൾക്കുണ്ടായിരുന്ന 2 ദാനങ്ങൾ, രോഗത്തിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുമുള്ള പ്രതിരോധം രോഗിക്ക് ലഭിക്കുന്നു. എൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു നവജാത ശിശുവിനുള്ള തീവ്രപ്രസാദം ഈ രോഗിക്ക് ലഭിക്കുന്നു. സഹോദരങ്ങളുടെ പ്രാർത്ഥനയിലും രോഗിക്ക് സഹായം ലഭിക്കുന്നുണ്ട്. തങ്ങളുടെ സഹോദരന് ശാരീരികവും ആത്മീയവുമായ രക്ഷ ലഭിക്കേണ്ടതിന് രോഗിയുടെ ശാരീരിക അനുകമ്പ മാത്രം പോരാ, ആത്മീയ അനുകമ്പയും ഉണ്ടായിരിക്കണം. പ്രാർത്ഥന അത്ഭുതത്തിൻ്റെ ഒരു മൂശ തന്നെയാണ്. ജെയിംസേ, ഏലിയായിൽ നീ കണ്ടതുപോലെ നീതിമാനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. നീ പറയുന്നതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ. എങ്കിലും അത് നിന്റെ പുരോഹിതന്മാരുടെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ബഹുമാനം എന്നിൽ വർദ്ധിപ്പിക്കുന്നു. നീ പറയുന്നത് എനിക്ക് ശരിയായി മനസ്സിലായിരുന്നെങ്കിൽ പല കാര്യങ്ങളും നിന്നോട് ചോദിക്കാമായിരുന്നു. അപ്പോൾ 3 കൂദാശകളാണോ ഉള്ളത്? പ്രസംഗം, പാപമോചനം, അത്ഭുതം? അല്ല ജെയിംസേ, പ്രസംഗവും അത്ഭുതവും കൂദാശകളല്ല. കൂദാശകൾ കൂടുതലുണ്ട്. ദേവാലയത്തിലെ വിശുദ്ധ തിരുക്കാലുകൾ പോലെയും സ്നേഹത്തിൻ്റെ അരൂപിയുടെ 7 ദാനങ്ങൾ പോലെയും അവ 7 ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൂദാശകൾ ദാനങ്ങളും ജ്വാലയുമാണ്. അത് കത്തിജ്വലിക്കുന്നതിനാകുന്നു. മനുഷ്യന്റെ വിവാഹത്തിനും ഒരു കൂദാശയുണ്ട്. റഘുവേലിന്റെ പുത്രി സാറായുടെ വിവാഹത്തിൽ അവൾ പിശാചിൽ നിന്നും മോചിതയായി എന്നുള്ളത് ഒരു പ്രതീകമാണ്. ഈ കൂദാശ ദൈവഹിതത്തിനും നിയമത്തിനും അനുസരിച്ച് ജീവിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ദമ്പതികൾക്ക് നൽകുന്നു. ഭാര്യാഭർത്താക്കന്മാർ ഒരു കർമ്മത്തിൻ്റെ ശുശ്രൂഷകരാണ്. ജന്മം കൊടുക്കുക എന്നുള്ള കർമ്മം. ഭാര്യാഭർത്താക്കന്മാർ ഒരു ചെറിയ സഭയുടെ പുരോഹിതരാണ്. കുടുംബമാകുന്ന സഭയുടെ പുരോഹിതർ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ജന്മം നൽകുന്നതിനും ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നതിനും മക്കളെ പഠിപ്പിച്ചു വളർത്തുന്നതിനുമായി അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് അവർ. പുരോഹിതനെ ആരാണ് അഭിഷേകം ചെയ്യുക? ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യും.
പിന്നീട് നിങ്ങളുടെ പിൻഗാമികളെ നിങ്ങൾ അഭിഷേകം ചെയ്യും. ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് അനേകം പിൻഗാമികളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടും. നീ ഞങ്ങളെ അതെല്ലാം പഠിപ്പിക്കും, ഇല്ലേ? ഞാനും ഞാൻ അയക്കാൻ ഇരിക്കുന്നവനും നിങ്ങളെ പഠിപ്പിക്കും. അവന്റെ ആഗമനവും ഒരു കൂദാശയായിരിക്കും. ആദ്യത്തെ വെളിപ്പെടുത്തലിൽ അത്യുന്നതനായ ദൈവം സ്വമേധയാ അത് നൽകും. പിന്നീട് പൗരോഹിത്യത്തിന്റെ പൂർണ്ണത ലഭിച്ചവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കും. ഈ ദാനം ശക്തിയും ബുദ്ധിയും വിശ്വാസത്തിൽ സ്ഥിരതയും ദൈവഭക്തിയും ദൈവഭീതിയും നല്ല ആലോചനയും സ്വഭാവാതീത ജ്ഞാനവുമാണ്. അതിൻ്റെ പ്രകൃതത്താൽ തന്നെ അതിനുള്ള നീതി നൽകി ശിശുവായവനെ പ്രായപൂർത്തിയുള്ളവനാക്കും. എന്നാൽ ഇപ്പോൾ നിനക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അവൻ ദൈവിക ആശ്വാസപ്രദൻ, നിത്യമായ സ്നേഹം. നീ അവനെ സ്വീകരിക്കുന്ന സമയത്ത് ഇതെല്ലാം മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു കൂദാശയെക്കുറിച്ച് നിനക്ക് മനസ്സിലാകുകയില്ല. മാലാഖമാർക്ക് പോലും ഗ്രഹിക്കാൻ കഴിയാത്ത വിധം എത്ര ഉദാത്തമായതാണ് അത്. എന്നാലും നിഷ്കളങ്ക മനുഷ്യരായ നിങ്ങൾ വിശ്വാസവും സ്നേഹവും നിമിത്തം അത് മനസ്സിലാക്കും. അതിനെ സ്നേഹിക്കുകയും അതിനാൽ പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് പിശാചിനെ നിന്ദാപൂർവം ചവിട്ടിമെതിക്കാൻ കഴിയും. കാരണം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. നീ ഇതെല്ലാം ഓർത്തിരിക്കാൻ ശ്രമിക്കണം. സഹോദര, നിന്റെ കൂട്ടുകാരോടും വിശ്വാസികളോടും ഇതെല്ലാം പല പ്രാവശ്യം ആവർത്തിച്ച് പറയണം. നിങ്ങളുടെ ദൈവിക ശുശ്രൂഷയിലൂടെ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കും. എങ്കിലും നിനക്ക് പിന്നീട് പറയാൻ കഴിയും, കർമ്മലമലയിൽ നിന്ന് താഴേക്കിറങ്ങുന്ന വഴി അവൻ ഇതെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. അവൻ എല്ലാം എന്നോട് പറഞ്ഞു. കാരണം അന്നു മുതൽ ഇസ്രായേലിലെ സഭയുടെ തലവനായി എന്നെ അവൻ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. നിന്നോട് ചോദിക്കുവാനുള്ള മറ്റൊരു ചോദ്യം ഇതാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഇവിടുത്തെ സഭയുടെ തലവനായിരിക്കുമെന്ന് എൻ്റെ കൂട്ടുകാരോട് പറയണമോ? എനിക്കതിഷ്ടമില്ല. നീ പറയുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യാം. എങ്കിലും അതെനിക്കിഷ്ടമില്ല. ഭയപ്പെടേണ്ട. പരിശുദ്ധാരൂപി നിങ്ങളെല്ലാവരുടെയും മേൽ ഇറങ്ങി വരികയും പരിശുദ്ധ ചിന്തകൾ നിങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യും. ദൈവത്തിന് അവൻ്റെ സഭയിൽ മഹത്വമുണ്ടാകുന്നതിനായി നിങ്ങൾക്കെല്ലാവർക്കും ഒരേ ചിന്ത തന്നെ ഉണ്ടാകും. ഇനി ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴുള്ളതുപോലെ അസുഖകരമായ ചർച്ചകൾ ഒരിക്കലും ഉണ്ടാകുകയില്ലേ? അഭിപ്രായ വ്യത്യാസത്തിന് സൈമണിന്റെ മകൻ യൂദാസ് കാരണക്കാരനാകുകയില്ലേ? അവൻ ആകുകയില്ല. നീ വിഷമിക്കേണ്ട. എന്നാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിനാലാണ് ഞാൻ പറഞ്ഞത്, ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. മടുപ്പ് കൂടാതെ അവസാനം വരെ നിന്റെ ചുമതല നിർവഹിക്കുക എന്ന്. എൻ്റെ കർത്താവേ, വേറൊരു ചോദ്യം. പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് 12 പേരിൽ ഞാൻ മാത്രം ഇവിടെ അവശേഷിക്കുമെന്നാണ്. നീ നിന്റെ സ്ഥാനത്ത് നിൽക്കും. സഭ നന്നായി ഉറപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ സമൂലം ഉന്മൂലനം ചെയ്യപ്പെടാതിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ പല ശിഷ്യന്മാരും മിക്കവാറും എല്ലാ അപ്പസ്തോലന്മാരും ചിതറിപ്പോകുന്നത് ന്യായീകരിക്കപ്പെടുന്നു. എന്നാൽ നീ ജെറുസലേമിലെ സഭയെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടാവുന്നതല്ല. ജെറുസലേമിലെ സഭയുടെ സ്ഥിതി വലിയ അപകടത്തിലാവുമെങ്കിൽ നീ കൂടുതൽ ശ്രദ്ധയോടെ അതിനെ സംരക്ഷിക്കണം. മരിക്കാൻ പോകുന്ന നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ എന്ന പോലെ ജാഗ്രതയോടെ നിന്ന് ശുശ്രൂഷിക്കണം. നിന്റെ മാതൃക വിശ്വാസികൾക്ക് ശക്തി പകരും. ഈ പരീക്ഷണത്തെ അതിജീവിക്കണമെന്നുള്ള ആവശ്യബോധം അവർക്കുണ്ടാകും. അവർ ബലഹീനർ ആണെന്ന് കാണുമ്പോൾ അനുകമ്പയും വിവേകവും കാണിച്ച് അവരെ പിന്താങ്ങണം. നിനക്ക് ശക്തിയുണ്ടെന്ന് കരുതി ബലഹീനരോട് കരുണ കാണിക്കാതിരിക്കരുത്. എനിക്ക് ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചു. അത് ഞാൻ എളിമയോടെ അംഗീകരിച്ച് ഇത്രയും ദാനങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവരോട് വലിയ സ്നേഹം കാണിക്കേണ്ടതാണ് എന്ന് സ്വയം പറഞ്ഞ് ബലഹീനരെ താങ്ങുകയാണ് വേണ്ടത്. നിന്റെ ശക്തി വാക്കുകൊണ്ടും സഹായങ്ങൾ ചെയ്തുകൊണ്ടും
നിന്റെ ശാന്തതയും മാതൃകയും കൊണ്ട് അവരുമായി പങ്കുവയ്ക്കണം. വിശ്വാസികളുടെ ഇടയിൽ അപകടകാരികളും മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നവരും ഉണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? അവരെ സ്വീകരിക്കുന്ന അവസരത്തിൽ വിവേകമുണ്ടാകണം. നല്ലവരല്ലാത്ത അനേകരെ സ്വീകരിക്കുന്നതിൽ ഭേദം നല്ലവരായ കുറച്ചുപേരെ മാത്രം സ്വീകരിക്കുന്നതാണ്. നല്ല ആപ്പിളിന്റെയും ചീത്ത ആപ്പിളിന്റെയും ആ പഴയ നീതി കഥ നിനക്കറിയാമല്ലോ. നിന്റെ സഭയിൽ അത് സംഭവിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. എന്നാൽ നിന്നെ വഞ്ചിക്കുന്നവരെ കണ്ടെത്തിയാൽ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ എല്ലാവിധത്തിലും പരിശ്രമിക്കണം. വേണ്ടി വന്നാൽ കർശന നടപടിയും സ്വീകരിക്കുക. എന്നാൽ അത് ഏറ്റവും അവസാന മാർഗമായി മാത്രമേ സ്വീകരിക്കാവൂ. എന്നാൽ വ്യക്തിപരമായ ചെറിയ കുറ്റങ്ങൾ ആണെങ്കിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തക്ക കാർക്കശ്യം കാണിക്കരുത്. എല്ലായ്പ്പോഴും ക്ഷമിക്കുക. ക്ഷമിച്ചുകൊണ്ട് കണ്ണീരോടും സ്നേഹത്തോടും കൂടെ പറയുന്ന വാക്കുകളാണ് ഭ്രഷ്ട് കൽപ്പനയേക്കാൾ ആത്മാക്കളെ രക്ഷിക്കുന്നത്. ചിലപ്പോൾ കുറ്റം ഗൗരവമായിരിക്കാം. നിന്റെ പക്കൽ ഓടി അകലാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അത്ര ഗൗരവമായ കുറ്റമായിരിക്കാം. ഇത് സാത്താന്റെ പെട്ടെന്നുള്ള ഒരു ആക്രമണ നിമിത്തം സംഭവിച്ചതായിരിക്കാം. അപ്പോൾ നീ കുറ്റക്കാരനെ തേടി പോകണം. കാരണം വഴിതെറ്റിക്കപ്പെട്ട കുഞ്ഞാടാണയാൾ. നീ ഇടയനും. ചെളിയിലൂടെയും കുണ്ടിലും കുഴിയിലും പോയി അതിനെ അന്വേഷിക്കുന്നത് നിനക്ക് കുറവാണെന്ന് കരുതരുത്. സ്നേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിനുള്ള കിരീടം നിന്റെ നെറ്റിത്തടം അലങ്കരിക്കും. 3 കിരീടങ്ങളിൽ ആദ്യത്തേതാണിത്. ഇനി യോഹന്നാന് സംഭവിച്ചതുപോലെ നീ തന്നെയും ഒറ്റപ്പെടുത്തപ്പെടുന്നെങ്കിൽ എല്ലാ വിശുദ്ധർക്കും ഒറ്റുകാരുണ്ട്. ക്ഷമിക്കുക. മറ്റുള്ള എല്ലാവർക്കും നൽകുന്നതിനേക്കാൾ കൂടുതൽ മാപ്പ് അവനു കൊടുക്കുക. ദൈവം മനുഷ്യനോട് കാണിച്ചതുപോലെയും ഇനി ക്ഷമിക്കുന്നത് പോലെയും ക്ഷമിക്കുക. നിന്നെ വിഷമിപ്പിക്കുന്നവനെ മകൻ എന്ന് വീണ്ടും വിളിക്കുക. കാരണം എൻ്റെ അധരങ്ങൾ വഴി പിതാവ് നിങ്ങളെ അങ്ങനെയാണ് വിളിക്കുന്നത്. വാസ്തവത്തിൽ സ്വർഗസ്ഥനായ പിതാവിനെ ഗൗരവമായി ദുഃഖിപ്പിക്കാത്ത ഒരുത്തരുമില്ല. ദീർഘമായ മൗനം. ആടുകൾ മേയുന്ന പുൽത്തകിടികളിലൂടെ മൗനമായി അവർ നടന്നു നീങ്ങുന്നു. അവസാനം ഈശോ ചോദിക്കുന്നു, നിനക്ക് എന്നോട് ചോദിക്കാൻ വേറെ ചോദ്യങ്ങളൊന്നുമില്ലേ? ഇല്ല ഈശോയെ, ഇന്ന് രാവിലെ എൻ്റെ വലിയ ദൗത്യം എന്താണെന്ന് നല്ലപോലെ വ്യക്തമായി. കാരണം ഇന്നലത്തേക്കാൾ ഇന്ന് നിന്റെ മനസ്സ് സ്വസ്ഥമാണ്. സമയം വരുമ്പോൾ നീ കൂടുതൽ ശാന്തനാകും. നിനക്ക് കൂടുതലായി മനസ്സിലാകുകയും ചെയ്യും. ഞാൻ ഇതെല്ലാം ഓർത്തിരിക്കും. എല്ലാം എല്ലാം. അത് മാത്രം ഒഴികെ. എന്തുമാത്രം ഒഴികെ ജെയിംസേ? കഴിഞ്ഞ രാത്രിയിൽ കരയാതെ നിന്നെ നോക്കാൻ കഴിഞ്ഞില്ല. അതുമാത്രം. നീ എന്നോട് അത് പറഞ്ഞതാണോ? പറഞ്ഞതാണെങ്കിൽ ഞാൻ അത് വിശ്വസിക്കണമോ? അതോ പിശാചിന്റെ ഒരു ഭയപ്പെടുത്തലാണോ? അത് ശരിയാണെങ്കിൽ നിനക്കെങ്ങനെ ഇത്ര ശാന്തനായിട്ടിരിക്കാൻ കഴിയും? അത് നിനക്ക് സംഭവിക്കുകയാണെങ്കിൽ ആകട്ടെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയുകയാണ്. നീ ശാന്തനായിരിക്കുമോ എന്ന് നോക്കാം. ആ ആട്ടിടയൻ മുറിവേറ്റ അയാളുടെ കാല് വലിച്ചു വലിച്ചാണ് നടക്കുന്നത്. ദൈവത്തിന്റെ നാമത്തിൽ നീ അവനെ സുഖപ്പെടുത്തുക. ഇല്ല എൻ്റെ കർത്താവേ, നിന്റെ സ്ഥാനം കൈയടക്കാൻ ഞാൻ പ്രലോഭിപ്പിക്കപ്പെട്ടേക്കും എന്ന് ചിന്തിച്ച് എനിക്ക് വിഷമമുണ്ടാവുകയുള്ളൂ. ഞാൻ നിന്നോട് കൽപ്പിച്ചാലോ? അനുസരിക്കാനായി ഞാൻ അത് ചെയ്യും. എൻ്റെ മനസ്സിന് ഒരസ്വസ്ഥതയും ഉണ്ടാകുകയില്ല. കാരണം നീ അത് ആവശ്യപ്പെടുന്നു എന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരിക്കും. അത് എങ്ങനെ ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തതിൽ ഭയവും ഉണ്ടാകുകയില്ല. കാരണം നീ എന്നെ അയച്ചാൽ നീ ആവശ്യപ്പെടുന്നത് ചെയ്യുവാനുള്ള ശക്തിയും നീ തീർച്ചയായും തരും. നീ പറയുന്നത് ശരിയാണ്. ഞാൻ പിതാവിനെ അനുസരിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ സമാധാനത്തിലും ശാന്തതയിലും കഴിയുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ജെയിംസ് കരഞ്ഞുകൊണ്ട് തല കുലുക്കുന്നു, തല താഴ്ത്തുകയും ചെയ്യുന്നു. നിനക്ക് യഥാർത്ഥത്തിൽ അത് മറക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ കർത്താവെ, നാം ആഗ്രഹിക്കുന്നത് പോലെ 2-1 തിരഞ്ഞെടുക്കുവാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. മറക്കുകയോ ഓർത്തിരിക്കുകയോ ചെയ്യാം. മറക്കുകയാണെങ്കിൽ ദുഃഖത്തിൽ നിന്നും കൂട്ടുകാരോട് ഇത് പറയാതിരിക്കാനുള്ള ആവശ്യത്തിൽ നിന്നും
നീ മോചിതനാകും. പക്ഷേ നീ ഒരുക്കമില്ലാത്തവനായിരിക്കും. ഓർമ്മിച്ചിരിക്കുകയാണെങ്കിൽ നിന്റെ ദൗത്യ നിർവഹണത്തിന് നീ ഒരുക്കമുള്ളവനായിരിക്കും. കാരണം ഒരിക്കലും ആവലാതിപ്പെടാതിരിക്കാൻ ക്രിസ്തുവിനെ മുഴുവൻ ഏറ്റവും വലിയ പ്രകാശത്തിൽ കണ്ടുകൊണ്ട് ആത്മീയമായി ശക്തി പ്രാപിക്കാൻ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. മനുഷ്യപുത്രൻ തൻ്റെ ഭൗമിക ജീവിതത്തിൽ സഹിക്കുന്നതെല്ലാം ഓർത്തിരിക്കുക. ഇനി നീ തിരഞ്ഞെടുത്തുകൊള്ളൂ. വിശ്വസിക്കുക, ഓർത്തിരിക്കുക, സ്നേഹിക്കുക. ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കഴിയുന്നതും വേഗം മരിക്കുക. കർത്താവേ. ജെയിംസ് നിശബ്ദമായി കരയുന്നു. തവിട്ടു നിറമുള്ള താടിമീശയിൽ കണ്ണീർ തുള്ളികൾ തിളങ്ങുന്നത് കാണുന്നതുകൊണ്ടാണ് കരയുകയാണെന്ന് മനസ്സിലാകുന്നത്. കരയാൻ ഈശോ അനുവദിക്കുന്നു. ജെയിംസ് പിന്നെ ചോദിക്കുന്നു, ഭാവിയിൽ നിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നീ സൂചിപ്പിക്കുകയാണെങ്കിൽ എനിക്കറിയാം എന്ന് എനിക്ക് പറയാമോ? വേണ്ട, മൗനമായിരിക്കുക. ജോസഫ് അവൻ്റെ വധു അവനോട് അവിശ്വസ്തത കാണിച്ചെന്ന് ധരിച്ച് ദുഃഖാർത്തനായപ്പോൾ മൗനം പാലിക്കുകയാണല്ലോ ചെയ്തത്. കന്യക ഗർഭധാരണത്തെക്കുറിച്ചും എൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളിന്മേൽ മൗനം പാലിച്ചു. അവനെ അനുകരിക്കുക. അത് വലിയ ഒരു രഹസ്യമായിരുന്നു. അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം അഹങ്കാരം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അവ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ രക്ഷാകര സംഭവം മുഴുവൻ അപകടത്തിലാകുമായിരുന്നു. സാത്താൻ എപ്പോഴും ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഓർത്തുകൊള്ളണം. ഇപ്പോൾ നീ സംസാരിക്കുകയാണെങ്കിൽ അത് വളരെയേറെ ആളുകൾക്കും വസ്തുക്കൾക്കും നാശം വരുത്തും. അതിനാൽ മൗനമായിരിക്കുക. ഞാൻ മൗനമായിരിക്കാം. അത് ഇരട്ടി ഭാരമാണ്. ഈശോ മറുപടി പറയുന്നില്ല. ജെയിംസ് അവൻ്റെ ലീനൻ ശിരോവസ്ത്രം മറയായി പിടിച്ചുകൊണ്ട് കരയുന്നു. ഈശോ അതിന് തടസ്സം വരുത്തുന്നില്ല. വളരെ അസ്വസ്ഥനായ ഒരു കുട്ടിയെ ചുമലിൽ കെട്ടിവച്ച് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ അവർ കണ്ടുമുട്ടുന്നു. ഇത് നിന്റെ മകനാണോ? ഈശോ ചോദിക്കുന്നു. അതെ, അവൻ അങ്ങനെയാണ് ജനിച്ചത്. അവൻ്റെ അമ്മയുടെ മരണമാണ് കാരണം. ഇപ്പോൾ എൻ്റെ അമ്മയും മരിച്ചു. അതിനാൽ ഞാൻ വേലയ്ക്ക് പോകുമ്പോൾ അവനെയും കൊണ്ടുപോകുകയാണ്. ഞാൻ വിറകുവെട്ടുകാരനാണ്. പുല്ലിൽ എൻ്റെ വസ്ത്രം വിരിച്ച് അതിന്മേൽ അവനെ കിടത്തിയ ശേഷം ഞാൻ മരം മുറിക്കാൻ പോകും. ആ സമയം അവൻ പൂക്കൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും. പാവം കുഞ്ഞ്. ഇതൊരു വലിയ ദൗർഭാഗ്യമാണല്ലോ. അതെ, പക്ഷേ ദൈവം ആവശ്യപ്പെടുന്നത് സമാധാനത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. മനുഷ്യ, ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിനക്കും സമാധാനം. ദൈവം നിന്നോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ, നിനക്ക് സമാധാനം. ആ മനുഷ്യൻ മലമുകളിലേക്ക് കയറുമ്പോൾ ഈശോയും ജെയിംസും താഴേക്കിറങ്ങുന്നു. ഏതെല്ലാം തരത്തിലുള്ള നിർഭാഗ്യങ്ങൾ! നീ അവനെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒരു നെടുവീർപ്പോടെ ജെയിംസ് പറയുന്നു. ഈശോ അത് കേട്ട ഭാവം നടിച്ചില്ല. ഗുരുവേ, നീ മിശിഹായാണെന്ന് ആ മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഒരു അത്ഭുതം ചെയ്യണമെന്ന് അയാൾ ആവശ്യപ്പെടുമായിരുന്നു. ഈശോ മറുപടി ഒന്നും പറയുന്നില്ല. ഈശോയെ, ഞാൻ പോയി അവനോട് പറയട്ടെ? ആ കുട്ടിയോട് എനിക്ക് സഹതാപം തോന്നുന്നു. എൻ്റെ ഹൃദയം ഇപ്പോൾ തന്നെ ദുഃഖിതമാണ്. ആ കൊച്ചുകുട്ടി സുഖപ്പെടുന്നത് കാണുവാനുള്ള സന്തോഷമെങ്കിലും എനിക്ക് തരൂ. നീ പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ നിന്നെ കാത്തു നിൽക്കും. ജെയിംസ് പുറകോട്ട് ഓടി ആ മനുഷ്യന്റെ ഒപ്പമെത്തി അയാളെ വിളിക്കുന്നു. എടോ, നിൽക്കൂ, ശ്രദ്ധിക്കൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ മിശിഹായാണ്. അവൻ്റെ പക്കൽ നിന്റെ മകനെ ഞാൻ കൊണ്ടുപോകാം. ഗുരു അവനെ സുഖപ്പെടുത്തുമോ എന്ന് അറിയാമല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കും വരാം. താൻ പോടോ, എനിക്ക് ഈ മരങ്ങളെല്ലാം മുറിക്കേണ്ടതുണ്ട്. ഈ കുട്ടി കാരണം ഞാൻ ഇപ്പോൾ തന്നെ താമസിച്ചു പോയി. ഞാൻ പണി ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭക്ഷണമുണ്ടാവുകയില്ല. ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. ഇവനെ തന്നെ എനിക്ക് താങ്ങാനാവുന്നില്ല. ഞാൻ മിശിഹായിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടി നീ അവനോട് സംസാരിക്കുന്നതാണ് നല്ലത്. പുല്ലിന്മേൽ കിടക്കുന്ന കുട്ടിയെ എടുക്കാൻ ജെയിംസ് കുനിയുന്നു. സൂക്ഷിച്ചെടുക്കണം, അവന് ദേഹം മുഴുവൻ വേദനയാണ്. മരംവെട്ടുകാരൻ ജെയിംസിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ജെയിംസ് അവനെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ അവൻ വേദന കൊണ്ട് കരയുന്നു. ഓ, ഇത്ര വേദനയോ? ജെയിംസ് നെടുവീർപ്പോടെ പറയുന്നു.
വലിയ വേദന. മരം വെട്ടുകാരൻ ഒരു മരം അറുക്കുന്നതിനിടയിൽ പറയുന്നു, നിനക്ക് അവനെ സുഖപ്പെടുത്താൻ പാടില്ലേ? അയാളുടെ ചോദ്യം. ഞാൻ മിശിഹായല്ല, ഒരു ശിഷ്യനാണ്. കൊള്ളാം. വൈദ്യന്മാർ വൈദ്യന്മാരിൽ നിന്ന് പഠിക്കുന്നു, ശിഷ്യന്മാർ അവരുടെ ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കണം. വരൂ, ദയവ് ചെയ്ത് അവനെ ഉപദ്രവിക്കരുത്. പരിശ്രമിച്ചു നോക്കൂ. ഗുരുവിന് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൻ വരുമായിരുന്നു. ഒന്നുകിൽ അവന് സുഖം നൽകാൻ ആഗ്രഹമില്ലായിരിക്കാം, അല്ലെങ്കിൽ നീ അവനെ സുഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കാം. ജെയിംസിന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുള്ളതുപോലെ പ്രാർത്ഥിക്കുന്നു. അവസാനം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഇസ്രായേലിന്റെ രക്ഷകനും ദൈവത്തിന്റെ പുത്രനുമായ ഈശോയുടെ നാമത്തിൽ സുഖപ്പെടുക. അതിനുശേഷം പെട്ടെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തുന്നു, ഓ എൻ്റെ കർത്താവേ, എന്നോട് ക്ഷമിക്കുക. നിന്റെ അനുവാദം കൂടാതെ ഞാൻ പ്രവർത്തിച്ചു. ഇസ്രായേലിന്റെ പുത്രനായ ഇവനോടുള്ള അനുകമ്പ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എൻ്റെ ദൈവമേ, എന്നോട് കരുണയായിരിക്കണമേ. അവനോടും പാപിയായ എന്നോടും കരുണയായിരിക്കണമേ. അനന്തരം പുല്ലിന്മേൽ കിടക്കുന്ന കുട്ടിയുടെ മീതെ കുനിഞ്ഞ് കണ്ണീർ പൊഴിക്കുന്നു. ആ കണ്ണീർ കുട്ടിയുടെ പിടഞ്ഞു കിടക്കുന്ന കാലിൽ വീണു. ഈശോ പെട്ടെന്ന് വഴിയിലെത്തി. പക്ഷെ ആരും കാണുന്നില്ല. കാരണം മരം വെട്ടുകാരൻ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയും ജെയിംസ് കരയുകയുമാണ്. കുട്ടി ജിജ്ഞാസയോടെ ജെയിംസിനെ നോക്കുന്നു. ജെയിംസിനെ തലോടിക്കൊണ്ട് കുട്ടി ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? വീണ്ടും തലോടുന്നതിനായി അവന്റെ ചെറു കൈകൾ വീണ്ടും ഉയർത്തുകയും ചെയ്യുകയാണ്. അവൻ എഴുന്നേറ്റിരിക്കുന്നു. പിന്നെ എഴുന്നേറ്റ് ജെയിംസിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ജെയിംസ് ഉച്ചത്തിൽ ഒരു നിലവിളി. ആ സ്വരം കേട്ട് മരം വെട്ടുകാരൻ തിരിഞ്ഞു നോക്കി. അവന്റെ മകൻ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു. കാലുകളുടെ പിണച്ചിൽ മാറി. വീണ്ടും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോയെ കാണുന്നു. അതാ അവൻ അവിടെ. ജെയിംസിന്റെ പിന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജെയിംസ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്ന ഈശോയെയാണ് കാണുന്നത്. ഗുരുവേ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ മനുഷ്യനോട്, ഈ കുട്ടിയോട് ദയ, എന്നോട് ക്ഷമിക്കണമേ. എഴുന്നേൽക്കൂ. ശിഷ്യൻ ഗുരുവിന് മേലല്ല. എന്നാൽ ഒരു നല്ല കാര്യത്തിനു വേണ്ടിയാകുമ്പോൾ ഗുരു ചെയ്യുന്നത് അവർക്കും ചെയ്യാൻ സാധിക്കും. എഴുന്നേറ്റ് എൻ്റെ കൂടെ വരൂ. നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് ഓർത്തിരിക്കൂ, ദൈവത്തിന്റെ ദാസർക്ക് ദൈവപുത്രന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. നിന്റെ നാമത്തിൽ ഒരത്ഭുതം ഞാൻ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ജെയിംസിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഈശോ നടക്കുന്നു. നിന്റെ കാരുണ്യം കൊണ്ടാണ് സാധിച്ചത്. ആ കൊച്ചുകുട്ടിയും ആ മനുഷ്യനും എന്നെ സ്നേഹിക്കാൻ ഇടയാകണമെന്ന് നീ ആഗ്രഹിച്ചതിനാൽ അത് സാധിച്ചു. ആ മനുഷ്യൻ ഒരേ സമയം വിശ്വസിക്കുകയും സംശയിക്കുകയും ചെയ്തു. ജബനീൽ എന്ന സ്ഥലത്ത് വച്ച് സ്നേഹനിമിത്തം ജോൺ ഒരത്ഭുതം ചെയ്തു. മരണാസന്നനായിരുന്ന ഒരു മനുഷ്യനെ ജോൺ തൈലം പൂശുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് സുഖപ്പെടുത്തി. നീ ഇവിടെ സുഖപ്പെടുത്തിയത് നിന്റെ കണ്ണീരും അനുകമ്പയും കൊണ്ടാണ്. എൻ്റെ നാമത്തിലുള്ള നിന്റെ വിശ്വാസവും കാരണമായി. ഒരു ശിഷ്യന് നല്ല ഉദ്ദേശമുള്ളപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നത് എത്ര സമാധാനപരമാണെന്ന് കാണുക. ഇനി നമുക്ക് വേഗം നടക്കാം. കാരണം ആ മനുഷ്യൻ നമ്മെ അനുഗമിക്കുകയാണ്. തൽക്കാലം നിന്റെ കൂട്ടുകാർ ഇതറിയുന്നത് നല്ലതല്ല. അധികം താമസിയാതെ നിന്നെ എൻ്റെ നാമത്തിൽ വിടുന്നതായിരിക്കും. ഈശോ വലുതായി നെടുനിശ്വാസം ഉതിർക്കുന്നു. സൈമണിന്റെ മകൻ യൂദാസിന് അത്ഭുതം ചെയ്യുവാൻ തിടക്കമുണ്ട്. വീണ്ടും ദീർഘമായ നെടുനിശ്വാസം. നീയും ചെയ്യും. എന്നാൽ അത് എല്ലാവർക്കും നന്മയ്ക്ക് ഉപകരിക്കുകയില്ല. വേഗമാകട്ടെ ജെയിംസേ. നിന്റെ സഹോദരൻ സൈമണിന്റെ മകൻ പത്രോസ്, ഇങ്ങനെ മറ്റുള്ളവരെല്ലാം ഇതറിഞ്ഞാൽ അവർക്ക് വിഷമമായിരിക്കും. ഞാൻ പ്രത്യേക ആനുകൂല്യം കാണിച്ചെന്ന് വിചാരിച്ച് വേദനിക്കും. എന്നാൽ ഇത് പ്രത്യേകതയൊന്നുമല്ല. ഇത് മറ്റുള്ളവരെ നയിക്കാൻ നിങ്ങൾ 12 പേരിൽ ആരെയെങ്കിലുമൊക്കെ ഒരുക്കുന്നതിനായി ചെയ്തതാണ്. നമുക്ക് ആ നീർച്ചാലിന്റെ ചലനം നിറഞ്ഞ പാതയിലൂടെ നടക്കാം. പച്ചിലകൾ തിങ്ങിക്കൂടി നിൽക്കുന്നു.
നിനക്ക് ദുഃഖമാണോ? ആ കുട്ടിയുടെ പേരിൽ സാരമില്ല, നമ്മൾ അവനെ വീണ്ടും ഒരിക്കൽ കാണും.